പല്ലവിയെ വണ്ടി തട്ടിയെന്ന് ഐസിയുല സിറ്റി ഹോസ്പിറ്റല്. അതിനിപ്പോ ഞാനെന്തോ വേണ്ടേ? അവൾ എന്റെ ആരാ? എന്നാലും എന്താ സംഭവിച്ചെന്നൊന്ന് അറിയണ്ടേ മോനെ? നമ്മളെല്ലാരും കൂടി പിടിച്ചിറക്കി വിട്ടല്ലേ മോനെ. വല്ലതും സംഭവിച്ചാൽ നമുക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം. ശരിയാ മോനെ, എന്താ സംഭവിച്ചെന്നെങ്കിലും ഒന്ന് പോയി അന്വേഷിക്ക. എന്തിനാ മമ്മി? അവൾ ആരാ നിങ്ങളുടെ? പോട്ടെ, എന്റെ ആരാ? ഈ വീട്ടിൽ അംഗമാണോ? ആണോ? പറ. നിങ്ങളല്ലേ പറഞ്ഞ് ഇളക്കി വിട്ടത് അവളെ. അവൾ വല്ല വണ്ടിക്കും തലവെച്ചതിന് നമുക്കെന്താ? എനിക്കതൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ആ വക വർത്തമാനം അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയത്. അവൾ അനുഭവിക്കട്ടെ, അനുഭവിക്കണം. എന്നാലും എന്താ കാര്യം അറിയണ്ടേ മോനെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം വിളിച്ച നമ്മളെ അല്ലേ? തന്തയ്ക്കും തള്ളയ്ക്കും അല്ലേ അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടല്ലേ അവര് നമ്മളെ വിളിച്ചത്. ശരിയാ മോനെ, ഇനി എന്തേലും കേസ് വന്നാലും നമ്മുടെ തലയിലോട്ടേ വരൂ. മോനൊന്ന് പോയി അന്വേഷിക്ക. അന്വേഷിക്കാനൊന്നുമില്ല മമ്മി. നമ്മളോട് കാണിച്ചതിന് ഒരു പണിഷ്മെന്റ് കൊടുത്തു. പണിഷ്മെന്റോ? അങ്ങനൊന്നുമില്ല. കയ്യും കാലും ഒടിഞ്ഞ് നടു തളർന്ന് അവൾ അവിടെ കിടക്കണം, പൊങ്ങി വരരുത്. അമ്മാതിരി പണിയല്ലേ തന്തയോടും തള്ളയോടും ഭർത്താവായ എന്നോടും അവൾ ചെയ്തത്. എടാ, നീ എന്ത് പാതകമായി ചെയ്തത്? എന്ത് പാതകം? മമ്മിയെയും പപ്പയെയും എന്നെയും ജയിലിലാക്കാനേ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. അവളെ നോക്കാനേ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. അവളെ മറ്റവളുണ്ടല്ലോ, ആൻസി വർഗീസ്, പിന്നെ ആ കേജേഴ്സ് എന്ന് പറഞ്ഞവനും, അവർ നോക്കട്ടെ അവളെ. അവർ തന്നെ നോക്കിക്കോളും. നിങ്ങളുടെ മോളെ മര്യാദയ്ക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരുമായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചല്ലേ അവളെ എനിക്ക് കെട്ടിച്ചു തന്നത് അല്ലേ? ഇപ്പം അവൾ നിങ്ങളുടെ ആരാ? പോട്ടെ, എൻ്റെ ആരാ? അവളെ നടു തളർന്ന് തന്നെ കിടക്കണം, കിടന്ന് നരകിക്കണം, അത്രേ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ പോയി സമാധാനമായി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെ ഇത് ഞാനാ ചെയ്യിച്ചതെന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നാട്ടുകാരോടൊന്നും പറഞ്ഞു കളയല്ലേ. പോയി സമാധാനമായി കിടന്നുറങ്ങും. ചെല്ല് മമ്മി, പപ്പയെ വിളിച്ചോണ്ട് പോ. ചെല്ല്. എടി, നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോവാം. അന്വേഷിക്കണമെങ്കിലേ നിങ്ങൾ പോയി അന്വേഷിക്ക. അവൾ അനുഭവിക്കട്ടെ. അവൻ പറഞ്ഞത് തന്നെയാ ശരി. എന്റെ ദൈവമേ, അയ്യോ, എന്തെല്ലാം പാതകങ്ങളാണോ ഈ ചെയ്യുന്നത്. പതുക്കെ. കാലിന് വേനയുണ്ടോ? ചെറുതായിട്ടുണ്ട് കുഞ്ഞമ്മ. നല്ല നീരുണ്ട്. ഇരിക്കെ. പതുക്കെ. കൈ സൂക്ഷിച്ചോണേ. കൈ അനക്കല്ലേ? 10 മിനിറ്റ് കിടക്ക്. അത് കഴിഞ്ഞിട്ടേ കുറച്ച് ചൂടുവെള്ളത്തിൽ മേലി കഴിക്കാൻ മതി. കഴിക്കാൻ എന്താ കൊടുക്കുക? ഡോക്ടർ വല്ലതും പറഞ്ഞായിരുന്നോ? ലൈറ്റായിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാന്നാ പറഞ്ഞല്ലേ? എന്നാ പിന്നെ കഞ്ഞി കൊടുക്കാം. തലവേദനയുണ്ടോ മോളെ? ഉറങ്ങാഞ്ഞിട്ടാന്ന് തോന്നുന്നു, ചെറുതായിട്ട്. സാറ് മേളിലുണ്ടോ പവിത്ര? ഇപ്പൊ വരും, ഞാൻ വിളിക്കാം. സാറ് വരുന്നുണ്ടേ. പല്ലവി, ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു. MRI സ്കാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ? തലവേദന ഉണ്ടോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഇന്നത്തെ ഒന്ന് കഴിയട്ടെ, എല്ലാം ശരിയാവും. വേണമെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോ. കണ്ണടച്ച മുന്നിൽ വരുന്നത് അവന്റെ മുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഹെൽമെറ്റ് വെച്ചെന്ന പയ്യന്മാരില്ലേ, അവന്മാരിൽ ഒരുത്തൻ ആ ഋഷി തന്നെയാണെന്ന്. അല്ല കുഞ്ഞമ്മ, അവനല്ല. പക്ഷെ അവൻ പറഞ്ഞു വിട്ടിട്ട് തന്നെയാ. CCTV ഫുട്ടേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വണ്ടികൾ സിറ്റിക്കകത്തേക്കാണ് പോയിരിക്കുന്നത്. നമ്പറൊക്കെ ട്രേസ് ചെയ്തു. ഫ്ലൈ ഓവറിൽ പാർക്ക് ചെയ്യുന്ന കാറിൻ്റെ ഇടയിൽ ബൈക്ക് നിർത്തിയിട്ട് 2 പേര് കയറിപ്പോയെന്ന്. അതാണ് CCTVയിലുള്ളത്. സാറേ, ആ വണ്ടിയുടെ നമ്പർ KL02 AY55 ആണോ? ഒരു വൈറ്റ് ഹോണ്ട സിറ്റി. അത് തന്നെ.
എങ്കിലത് അവൻ തന്നെയാ സാറേ. സാറേ അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയല്ലോ. എന്നോട് ചെയ്യുന്നതിന് പകരം ഈ പാവത്തിനോട് എന്തിനാണ് സാറേ? ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണോ? ആണല്ലോ. മാത്രമല്ല പല്ലവി ഒരു തെറ്റോടെ ചെയ്തിട്ടുണ്ട്. ഋഷിയെ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചില്ല. പല്ലവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നോണ്ടാ അവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അവിടെ താമസിക്കായിരുന്നുണ്ടെങ്കിൽ ഈ മൂമെന്റ് ഉണ്ടാവില്ലായിരുന്നു. അതിന് ഇവളെ ഇറങ്ങിപ്പോന്നതല്ലോ, ഇവളെ ഇറക്കി വിട്ടതല്ലേ. അവള് താമസിച്ചോണ്ടിരുന്ന മുറിയും ലോക്ക് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് പറഞ്ഞു വിട്ടു. അതും സ്വന്തം അച്ഛനും അമ്മയും. ഇവള് പിന്നെ എവിടെ പോവാനാ സാറേ? അതാണെങ്കിലോ എന്നാ അതോടെ നിർത്തണ്ടേ? നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല അവൻ. KGS ഈവനിങ്സും ആൻസി വർഗീസും പൂർണ്ണമായിട്ട് വൈൻഡപ്പ് ആവാതെ അവൻ നിർത്തില്ല. ഇതൊക്കെ ടെസ്റ്റ് ഡോസാ. സാറേ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമുക്കൊരു പോലീസ് കംപ്ലൈന്റ് എങ്കിലും കൊടുക്കാം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ അതിനേക്കാളും വലിയൊരു മൂവ്മെന്റിലല്ലേ നിൽക്കുന്ന ആൻസി. പല്ലവിയെ ആക്രമിച്ചതിന്റെ ഉൾപ്പെടെയുള്ള ആൻസർ തേടിയല്ലേ നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാത്തിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരം തേടിയാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കംപ്ലൈന്റിന് പോയാൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു SI ആയിരിക്കും. പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. വെറുതെ നമ്മളെന്തിനാ സമയം കളയുന്നത്? നമ്മളിപ്പോൾ തുടങ്ങി വെച്ചൊരു റൂട്ടുണ്ട്, അത് നല്ലതാ. ജസ്റ്റിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാ. സാറേ അവനെ കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നേ. പറഞ്ഞോ. ഈ ഋഷിയുടെ പേരിൽ പരീക്ഷ തട്ടിപ്പ് കേസും പീഡന കേസും കിടപ്പില്ലേ, അതങ്ങ് KGS ഈവനിങ്സിലിട്ടാ അതോടെ ഇവനങ്ങ് ഒതുങ്ങില്ലേ? അത് ശരിയാണല്ലോ സാറേ. നമ്മുടെ കയ്യിലുള്ളത് അങ്ങ് പോസ്റ്റ് ചെയ്താ അതിലങ്ങ് ഫോക്കസ് ചെയ്യുന്നതല്ലേ നമുക്ക് നല്ലത്. ആണ്. പല്ലവി പറയുന്നതും ആൻസി പറയുന്നതും കറക്റ്റ് കാര്യങ്ങളാണ്. ഋഷിയെ കൊണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന ജസ്റ്റിൻ ഡിസൂസെ പുറത്തു കൊണ്ടുവരണം. അതിനൊരേറെ കയ്യിലുണ്ട്. പ്രിയം കുഞ്ഞുവാണോ സർ? അല്ല, MLA മോൻസി വർഗീസ്. ഈ പരീക്ഷാ തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി ഈ മോൻസിയാ. അവനിപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് കയറാനുള്ള സാധ്യതയിൽ വന്ന് നിൽക്കുക. മതി, അത് മതി. ബാക്കിയെല്ലാം നമ്മുടെ കൺട്രോളിലെത്താൻ അത് മാത്രം മതി. പല്ലവി, അത് നന്നായി. ആൻസി, ഒരു മിനിറ്റ് വന്നേ, ഞാനിപ്പോൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാം. മോളെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഞ്ഞിയായിട്ട് വരാം. സാറേ എനിക്ക് ഒരു ഹെൽപ്പും കൂടി ചെയ്യാമോ? എന്താ പറഞ്ഞോ? ആ ഋഷിയായിട്ടുള്ള മാരേജ് ലീഗലി സെപ്പറേറ്റ് ചെയ്ത് തരാമോ? അവനതിലൊരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം അവനോട് നിൽക്കണമല്ലോ വീട്ടിൽ. അവൻ കാരണം പപ്പയും മമ്മയും എന്നെ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ ചെന്ന് കയറണം, പൂർണ്ണ അവകാശത്തോടു കൂടി. എൻ്റെ പപ്പയുടെ മമ്മിയുടെ മകളെന്ന പൂർണ്ണ അവകാശത്തോടു കൂടി അവനെ അവിടെ നിന്ന് പുറത്താക്കണം. അതിനെന്താ സാർ ഒരു വഴിയുള്ളത്? അതൊന്ന് സാറ് പറയേ. കണ്ടോ പല്ലവിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? എടോ, നമ്മൾ ലീഗലി മൂവ് ചെയ്യും. മരതകം വീട്ടിലെ പൂർണ്ണ അവകാശിയ ഏക മകളായ പല്ലവി കൃഷ്ണ. ഓക്കെ, പല്ലവിക്ക് ആ വീട്ടിൽ തിരിച്ചു കയറാനും അവനെ അവിടുന്ന് പുറത്താക്കാനും ഇനി അധിക നേരമൊന്നും വേണ്ട. കോടതി വഴി നമ്മൾ മൂവ് ചെയ്യും. പോരെ? മതി സർ. റെസ്റ്റ് എടുത്തോ. മോൻസിയ, ഹലോ. മോൻസി, നാളെയോ? എവിടെ? ഗസ്റ്റ് ഹൗസിലോ? എന്താ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ശരി, ഞാൻ വന്നോളാം. ഓക്കെ എന്നാ. രമലെ മോൻസിയെ വിളിച്ചു. മോനെ, അയാളങ്ങോട്ട് കൂടെ നിർത്തിക്കൊള്ളാട്ടാ. ഇനി അങ്ങോട്ട് ആളെ ആവശ്യം വരൂട്ടാ. ഞാനേ ആ ജസ്റ്റിനോടൊന്ന് സംസാരിക്കട്ടെ. 1-2 മെസ്സേജ് ചെയ്ത് കിടക്കണ്ട്.
അവൻ്റെ പഴയ പെണ്ണും പിള്ള ഈ ആൻസി വർഗീസ് അവിടെ ചെന്നതിന് ശേഷം ഇത്തിരി അലർട്ടായിട്ടുണ്ട് കേട്ടാ. ഇവൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ജസ്റ്റിൻ KGSന്റെ ഓഫീസിൽ ചെന്നിട്ടുണ്ട്. പക്ഷെ കേരളം വിട്ടെന്ന് മറ്റുള്ളവർ വിചാരിക്കാവൂ. നമ്മൾ അയാളെ താമസിപ്പിച്ചേക്കുന്ന സ്ഥലം ഒരിക്കലും ഒരുത്തനും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇനി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്താലേ അത് ഭയങ്കര കുഴപ്പാവട്ടാ. ഈ വീഡിയോ വന്നോടെ അയാൾ ഒന്നുകൂടെ പോപ്പുലറായില്ലേ. ഞാൻ അത്യാവശ്യമായിട്ട് ആശാനൊന്ന് വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു ചായ എടുക്കണേ. ശരി സർ. ഇതാ സർ. മോൻസി. എടാ നീ എവിടെ എത്തി? ഞാൻ എന്താ ഗസ്റ്റ് ഹൗസിലോട്ട് വരുന്ന വഴിയാ. എടാ നിന്നോട് 8:30 മണിന്ന് പറഞ്ഞതല്ലേ. വഴി നിന്ന് എങ്ങനെയാ? പെട്ടെന്ന് വാ. നീ ഇന്നലെ രാത്രിയല്ലേ പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്? അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നെങ്കിൽ MLA ഹോസ്റ്റലിൽ ഇരിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പം ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വരണ്ടേ? എടാ അവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളല്ല. എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്തണം. അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. നീ പെട്ടെന്ന് വാ. ശരി ശരി. ശരി. സാർ ലഞ്ച് വേണ്ടി വരും? വേണ്ട. മോൻസി നീ വന്നേ. എന്താ വാ. എന്താ മോൻസി? പറയട്ടെ. കാര്യം പറ. എന്തു പറ്റി? ഈ ജസ്റ്റിൻ ഡിസൂസ ആരാ? ഞാനത് ജസ്റ്റിൻ ഡിസൂസയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലേ. ഋഷി, നീ പല കാര്യങ്ങളും തന്നിഷ്ടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ശിക്ഷ ഞാൻ കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കൂടെ വീഡിയോയിലുണ്ടായിരുന്ന ആളല്ലേ ജസ്റ്റിൻ. അവനെ കൊണ്ടുവന്ന് ഈ പരിപാടി ഒപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എടാ ഞാനത് പറയാതിരുന്നേ അത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ടാ. മാത്രമല്ല ഞാനൊന്നും അല്ല ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പന്തളം ബേബി, അയാളുടെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ടാ അത്. അവൻ എല്ലാവരും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ആൻസിക്കെതിരെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് KGSന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കി. അതൊക്കെ ശരിയാണോ? ചെയ്തു. അതുകൊണ്ട് ബലമുണ്ടായത് ആർക്കാ? എനിക്കും നിനക്കൊക്കെ. ജസ്റ്റും വന്ന് എല്ലാം വിളിച്ചു പറഞ്ഞോടെ KGSന്റെ വാ പൊട്ടി. ഇനി അവൻ എന്തോ പറയാ ഉള്ളത്? എടാ ജസ്റ്റും വന്ന് കൂടെ കിടന്ന് അവളാണെന്ന് പറഞ്ഞപ്പോഴേ അവളുടെ പണി തീർന്നേ. രണ്ടുപേരും 2 വഴിക്ക് പോയി. നീ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ അവളുടെ അജ്ഞാത ജഡം എവിടെയെങ്കിലും കിടക്കുന്നതാണ്. ഒരാത്മഹത്യ. KGS പെട്ടിയും കിടക്കെടുത്ത് ഡൽഹിക്ക് എങ്ങ് പോവുകയും ചെയ്യും. അതായത് നടക്കാൻ പോകുന്നത്. നീ നോക്കിക്കോ. ജസ്റ്റിനെ കൊണ്ടുവന്നതേ ഈ എൻ്റെ ബുദ്ധിയും കൂടെ ഞാനിവിടെ പറഞ്ഞിട്ട് തന്നെ. അതിന് ഗുണമുണ്ടാവുന്ന എന്താ? KGS എല്ലാ കേസും പിൻവലിക്കും. ഉറപ്പാ, 100%. എടാ നമ്മുടെ പരീക്ഷാ കേസിലെ എന്നൊക്കെ പ്രശ്നം നിനക്കല്ലേടാ. ഈ ടൈം കഴിഞ്ഞാൽ നീയല്ലേ മന്ത്രിയാവുന്നത്. അപ്പം ജസ്റ്റിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആണി അടിച്ചില്ലായിരുന്നെങ്കിലേ എന്നെ കാര്യം വിട്. അപ്പം നീ എവിടെ ചെന്ന് നിന്നേനെ? അപ്പം ഞാൻ ചെയ്ത പ്രവർത്തിക്ക് നീ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടേ? അഭിനന്ദിക്കുക. എടാ അതല്ല പ്രശ്നം. നീ ഈ വിഷയം വഷളാക്കിയിരിക്കുക. എങ്ങനെ വഷളാവാനാ? എടാ ഈ ജസ്റ്റിൻ ഡിസൂസ ഇപ്പൊ എവിടെയുണ്ട്? തിരുവനന്തപുരത്തുണ്ടോ? അവനെ രഹസ്യമായിട്ട് ഒരിടത്ത് താമസിപ്പിച്ചേക്കുവാ. അവൻ ഇവിടെ ഉള്ള കാര്യം KGS പോലും അറിയാൻ പാടില്ല. എടാ അവൻ എങ്ങനെയാ കേരളത്തിലേക്ക് വന്നത്? ഫ്ലൈറ്റിലാണെങ്കിൽ വന്നതിന്റെ രേഖകൾ ഉണ്ടാവണ്ടേ? ട്രെയിനിലാണെങ്കിൽ ഉണ്ടാവണ്ടേ? എടാ ചക്രവാണി സാർ മണ്ടനല്ല. ആരാ ഈ ചക്രവാണി? അയാൾ വലിയ പ്രൊഡ്യൂസറാണ്. അയാൾ കൊണ്ടുവന്നതും താമസിപ്പിച്ചതും ഒക്കെ.
അയാൾ പറയാതെ അവൻ എങ്ങും പോകാൻ പറ്റത്തില്ല. അവൻ്റെ കയ്യിൽ അവൻ്റെ മൊബൈൽ ഫോൺ പോലും ഇല്ല. അവൻ ഉപയോഗിച്ചിരുന്ന മൊബൈലേ ഇപ്പം ബാംഗ്ലൂർ കിടന്ന് റിങ് ചെയ്യുക. KGSനെ അന്വേഷിക്കണം തോന്നിയാലേ ബാംഗ്ലൂർ, ബോംബെ, കൽക്കട്ട വഴി ഇങ്ങ് കറങ്ങി ഇങ്ങ് പോരും. അവനെ റോഡ് മാർഗമാണ് വന്നത്. ഒരുത്തനും പിടിക്കാൻ പറ്റത്തില്ല. അവനെ അന്വേഷിച്ച് ആൻസി വർഗീസും സംഘവും ജസ്റ്റിൻ്റെ ഭാര്യയുടെ വീട്ടിലൊക്കെ പോയി. എന്നിട്ട് എന്തായി? കറങ്ങി തിരിഞ്ഞിങ്ങ് പോന്നു. അപ്പൊ അന്വേഷണം എല്ലാ ഭാഗത്തും നടക്കുന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായല്ലോ. എടാ അതൊക്കെ നടക്കട്ടെ. എൻ്റെ വഴിക്ക് എവിടെ പോയി അന്വേഷിച്ചാലും ജസ്റ്റിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്നാ നീ ജസ്റ്റിനെ പുറത്ത് കൊണ്ടുവരണം. എന്തിന്? നീ എവിടെയാണോ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അവിടുന്ന് കൊണ്ടുവന്ന് KGSനെ ഏൽപ്പിക്കണം. KGSനോ? എന്തിന്? എടാ അയാൾ പ്രശ്നമാടാ. ആര്? KGS. അയാൾ എന്നെ പൂട്ടിയെന്നോ? എടാ നമ്മളെ പരീക്ഷ കേസ്, പിന്നെ നിന്റെ പെണ്ണ് കേസ്, ഇത് രണ്ടും ഇന്ന് വൈകുന്നേരം KGS ഈവനിങ്സിൽ പോസ്റ്റ് ചെയ്യുമെന്ന്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ന് എന്നെ ജസ്റ്റിൻ ഡിസൂസെ അവന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന്. എടാ അതൊക്കെ വലിയ കുഴപ്പമാവൂടാ. നീ എന്താ ഈ പറയുന്നേ? എടാ അതിനേക്കാൾ വലിയ കുഴപ്പമാ. എനിക്ക് എന്റെ കരിയറാ വലുത്. നീ അവനെ പുറത്തു കൊണ്ടുവരണം, കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. ഏയ് അത് നടക്കുന്ന കാര്യമല്ല. നീ നിർത്തിക്കുമ്മ. നടക്കത്തില്ല. നടക്ക്. ഇല്ല വാ. ചെല്ലടാ, ചെന്ന് പറയടാ. എന്ത് പറയാൻ? ഞാൻ എന്ത് പറയണമെന്നാ? നീ എന്ത് പറയണമെന്ന് സാറ് പറയും. നീ എന്നെ വിളിച്ചോണ്ടെന്ന് ചീറ്റുകയായിരുന്നില്ലേ? എടാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ എന്നെ കൊണ്ട് ഇനി സംസാരിപ്പിക്കരുത്. ഞാനേ ഒരു ജനപ്രതിനിധിയാ. 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന MLA. നിനക്കറിയാം എന്റെ ക്യാമ്പസ് പൊളിറ്റിക്സ്. അവിടെ ഞാൻ ആരായിരുന്നു എന്ന്. ഒതുക്കേണ്ടവനൊക്കെ ഒതുക്കിയിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. നിന്നെയൊക്കെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് ജീവിക്കണോടാ. ഒരുപാട് പേരുടെ കാല് നക്കിയിട്ടും ഒരുപാട് പേരുടെ കാല് വെട്ടിയിട്ടും തന്നെയാ ഞാൻ ഈ പൊസിഷനിൽ എത്തിയത്. ചെല്ലടാ, ചെന്ന് അങ്ങനെ പോയി പറയുന്നത് കേക്കടാ. ഞാൻ എന്ത് പറയാനാടാ ഇവനോട്? എന്റെ പട്ടി പറയും. അവിടെ നിൽക്കേ. അവനെ വിട്ടേക്ക്, അവൻ പോട്ടെ. കൂടെ നീയും പോയിക്കോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞ ബാക്കി തന്നെയാ ഞാൻ നിൽക്കുന്ന MLA. നിങ്ങൾ പോയിക്കോ, 2 ചായയുടെ ചെലവല്ലേ ഉള്ളൂ, അത് ഞാൻ കൊടുത്തോളാം. എടാ പറയുന്ന കേക്കടാ, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും. ചവിട്ടിക്കുട്ടി ഇല്ലാതാക്കും ഞാൻ. ജീവിക്കാൻ സമ്മതിക്കില്ല. ഒറ്റ കോള് മതി, കൊന്ന് തള്ളു ഈ കടലിൽ. എന്നെ കൂടെ ഒരു കള്ള പരീക്ഷ എഴുതിപ്പിച്ചിട്ട് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തു. കള്ള പരീക്ഷ എഴുതി ഞാനാണോടാ? എടാ എന്റെ പൈസ നീ പരീക്ഷ എഴുതിയത്? എത്ര അറ്റൻഡർമാർക്ക് നീ പൈസ കൊടുത്തടാ? എന്നിട്ട് നീ റാങ്ക് ലിസ്റ്റ് വലത്തി തരുമെന്ന് പറഞ്ഞല്ലേ? അത് ആരുടെ പൈസയാണോ അത്? എടാ നീ PSC കുറെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ? അത് ആരുടെ കാശാടാ? എന്നിട്ട് നീ എന്നെ ഒറ്റ കൊടുക്കാൻ കൊണ്ടുവന്നാണോ ഇവന്റെയൊക്കെ മുന്നില്? അതേടാ, നീ കൊണ്ടുവന്ന പൈസ കൊടുത്ത് തന്നെയാ ഞാൻ ഈ പൊസിഷൻ എല്ലാം വാങ്ങിയത്. പക്ഷേ നീ ജോലി കൊടുത്ത് കൂടെ പൊറപ്പിച്ച ഒരു പാവം പെൺകുട്ടിയുടെ വയറ്റുണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണോടാ? ആണോടാ? ആ കേസ് പൊങ്ങി വരുന്നു മനസ്സിലായപ്പോ ആൻസി വർഗീസിനെ നീ കുരുക്കിയതല്ലടാ. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ചെന്നുപോയി പറ. ഒറ്റ വാക്കി പറ, ആ റാസ്കൽ എവിടെയാ? ആ ജസ്റ്റിൻ ഡിസൂസ് എവിടെയാ? ഇല്ലേ നീ പുറത്തു പോവില്ല. ഋഷീദ് അവസാന വാക്കാ. എന്താണ് ഞാൻ പറയേണ്ടത്? എന്ത് കോപ്പാണ് ഞാൻ പറയേണ്ടത്? കോപ്പേ, ഞാൻ എന്താ തന്നോട് പറയേണ്ടത്? തന്നോട് എന്താ പറയേണ്ടത്? ജസ്റ്റിൻ എവിടെണെന്ന് പറയണോ? ചോദിക്ക്, ജസ്റ്റിൻ എവിടെണെന്ന് പറയണോ? ചോദിക്കണോ? റിലാക്സ് മോനെ, റിലാക്സ്, കൂൾ ഡൗൺ. ജസ്റ്റിൻ ഡിസൂസ എവിടെയാണെന്ന് എനിക്കറിയണം. നീ അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യിക്കണം. എടാ പറടാ, എടാ പറയാൻ പറഞ്ഞു തൊലക്ക്. അവനെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചേക്കുവാ. ഏത് ഹോട്ടല്? പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല? രാജ്മോഹൻ സാറേ, ഇവനെ കൊണ്ടോ, ഇതിന്റെ ആ ജസ്റ്റിനെ കൊണ്ടോ, ഇവനെ കൂട്ടി. മോനെ ആ ഫോൺ എടുക്കല്ലേ, ഇങ്ങത്താ. നിനക്ക് ആരോട് സംസാരിക്കാനടാ? നീ ഇവിടെ വന്നതും ഈ മീറ്റിംഗും വേറെ ആരും അറിയരുത്. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ഒരക്ഷരം നീ മിണ്ടരുത് കേട്ടാ. സാറേ, ഇവൻ പോകുന്ന വഴിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കണം, അവനെ കിട്ടുന്നവരെ. നീ മര്യാദയ്ക്ക് പറയുന്ന പോലെ കേട്ടാ നിനക്ക് നല്ലത്, ഇയാളുടെ ലൈഫിനും.
കേടാ എടാ പറയുന്ന കേക്കടാ. ദാ, ഇത് കൊണ്ടുപോയിക്കല്ലേ, നിന്റെ കൃഷി ആയുധമല്ലേ, കൊണ്ടുപോയിക്കോ. വാടാ, ഒരുപാട് പെമ്പിള്ളാരെ വിളിക്കാനുള്ളതാ. വാ. സാറേ കൊണ്ടുപോയിക്കോ. മൊബൈൽ ഇങ്ങട് വാ, കൂടെ ഇറങ്ങി വാടാ. കയറ്. സാറേ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാറേ. ഒരു മീറ്റിംഗും ഇല്ല, വിളിച്ചു പറഞ്ഞേക്കേ. ഇത് കഴിയാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. സാറേ, 11:30 മണിക്ക് ഒരു ധർണ ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു. ഒരു ധർണയും ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടേ, നിങ്ങൾക്ക് ഈ പൊസിഷൻ ഉണ്ടെങ്കിലേ നാളെ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂ, കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞില്ലേടാ, അത് മിനിസ്റ്ററോട് ചെയ്യാൻ പറ. ആ, കുറെ നേരം ആയല്ലോ ഈ ഓട്ടം തുടങ്ങിയിട്ട്. സോ കുറച്ചടുത്ത് തന്നെ. ഇനി ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട്. ആ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടാ പോട്ടെ? റൈറ്റ് റൈറ്റ് ആണെന്ന് തോന്നുന്നു സാർ. ആണെന്ന് തോന്നുന്നു. റൈറ്റ് തന്നെ സാർ. ആ, ചെല്ലേ, ഇറങ്ങി ചെല്ലേ. റൂമിൽ ചെന്നിട്ട് നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് റിങ് ചെയ്യും. പിന്നെ പോലീസ് കൂടെ ഉണ്ടെന്ന് പറയരുത്. ഓവർ സ്മാർട്ട്നെസ്സും അതിബുദ്ധിയും കാണിക്കരുത്. ഇടി വാങ്ങിച്ച് കൂട്ടും നീ. സാർ ഇപ്പൊ പോലീസൊന്നും അല്ലല്ലോ, യൂണിഫോം ഒക്കെ അങ്ങ് ഊരി മേടിച്ചില്ലേ. ലോക്കൽ പോലീസിനെ ഇത്ര ബഹുമാനമൊക്കെ മതി. ആ ലെവലാതി. സാർ, മിസ്റ്റർ ജസ്റ്റിൻ ഇല്ലേ? ജസ്റ്റിൻ സാർ ചെക്കൗട്ട് ചെയ്തു സാർ. എത്ര സമയമായി കാണും? ഹാഫ് അവർ ആയി സാർ. ടീക്ക് സാർ. ആ